വൈലപ്പള്ളി സംസ്കൃതി ഭവന്റെ വൈസ് ചെയർമാനും ഇപ്പോൾ അശ്വമേധം എന്ന് പറയുന്ന നമ്മുടെ ജനപ്രിയമായിട്ടുള്ള വിജ്ഞാന പരിപാടി കൈരളി ടിവിയിൽ ഒന്നുകൂടി ശോഭനമായ രീതിയിൽ കുറെ കൂടി കരുത്തോടെ പുതിയ കാലത്തിന്റെ നിറവോടുകൂടിയിട്ട് അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട GS പ്രദീപിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. വേദിയിലെ സർവാദരണീയരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലൂടെ ഇത് വീക്ഷിക്കുന്ന ലോകത്തെ പലയിടങ്ങളിലുള്ള പ്രിയപ്പെട്ട നൃത്താസ്വാദകരെ, വലിയ വ്യൂവർഷിപ്പാണ് ഈ നൃത്ത ഉത്സവത്തിന് ലോകത്തെമ്പാടുമുള്ള മലയാളികളും ഇന്ത്യക്കാരുമായിട്ടുള്ള വ്യക്തികൾ നൽകി വരുന്നത്. അവരുടെ സ്നേഹ സന്ദേശങ്ങൾ നമുക്ക് വലിയ ഊർജം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, പത്ര ദൃശ്യ മാധ്യമ രംഗത്തെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 4ാം ദിനമാണ്. പത്മവിഭൂഷൺ ഡോക്ടർ കപിലാവാസ്യാന്റെ നാമത്തിലുള്ള ഒരു നൃത്തോത്സവം എന്തിന് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണം അത് കൂടിയാട്ട കല യുനെസ്കോയുടെ പരമോന്നത ബഹുമതിയായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ മാത്രമല്ല, ഇന്ത്യൻ ഭൂപടത്തിൽ ഒരു പച്ചിലക്കീറ് പോലെ നിലകൊള്ളുന്ന കേരളത്തിന്റെ സർഗാത്മക കലകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കലാരൂപത്തോളം അല്ലെങ്കിൽ അതിനേക്കാളേറെ മിഴിവുണ്ട് എന്ന് ലോകത്തെ അറിയിച്ച ഇന്ത്യൻ കലയുടെ പ്രിയപ്പെട്ട അംബാസിഡർ, അതുപോലെ തന്നെ കേരളീയ കലകളുടെ ഉപാസക കൂടിയായിരുന്നു ആദരണീയായ പത്മവിഭൂഷൺ ഡോക്ടർ കപിലാവാസ്യ. ആ മഹതിയുടെ നാമത്തിൽ അത്തരം ഓർമ്മകൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് സാംസ്കാരികതയുടെ ബോധങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഉണർത്തിയെടുക്കേണ്ടത് എന്ന ബോധമാണ് ഈ 2ാം അധ്യായത്തിന് തിരികൊളുത്താൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്.